ഹായ് പ്രിയപ്പെട്ടവരെ, അനിൽ കൊടിത്തോട്ടം ഈ അടുത്ത നാളുകളിൽ ചില നല്ല നല്ല വിഷയങ്ങളൊക്കെ കൊണ്ടുവന്ന് പ്രസംഗിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കപ്പെട്ട ആളാണ്. എന്നാൽ അദ്ദേഹം പച്ച നുണ പറഞ്ഞത് അബദ്ധം പറ്റിയതല്ല, വ്യാഖ്യാനത്തിൽ പെശകാതല്ല, പച്ച നുണ ബോധപൂർവം പറഞ്ഞൊരു പ്രസംഗം കേട്ടാലോ? വ്യവസ്ഥാപിത സഭകളിലുള്ള തിരുക്കുടുംബ ചിത്രത്തിൻ്റെ വണക്കത്തെക്കുറിച്ച് ഒരു സുവിശേഷ വേദിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേൾക്കണം. സമർത്ഥമായി അവതരിപ്പിച്ച് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ തക്ക വിധം ശാസ്ത്രീയ തെളിവുകളെല്ലാം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന പച്ച നുണ. അത് യഥാർത്ഥത്തിലുള്ള സ്ഥിതി എന്താണെന്നും ഇത് പച്ച നുണയാണെന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ ഞാൻ തെളിയിക്കാം. ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. ബാബിലോന്യ മതത്തെക്കുറിച്ച് ഒന്നുകൂടി പറഞ്ഞുവിടാം. ഈ പ്രദേശങ്ങളിലൊക്കെ പഠനം നടത്തിയ പുരാവസ്തു ഗവേഷകർക്ക് കിട്ടിയ ചില തെളിവുകളുണ്ട്. അത് നിമ്രോദിനും ഇപ്പോൾ പിറവി കൊണ്ട നിനസിനും അപ്പുറത്തായി ഇഷ്ടാർ ദേവിക്കുമൊപ്പം ഈ മൂന്നാളുകളും ഒരുമിച്ചിരിക്കുന്ന കരിങ്കൽ ശില്പങ്ങൾ, മറ്റ് വെണ്ണക്കല്ലുകളിൽ തീർത്ത ശില്പങ്ങൾ, സ്വർണത്തിലും വെള്ളിയിലുമൊക്കെ തീർത്ത നിരവധി ശില്പങ്ങൾ അവർക്ക് കിട്ടി. ഈ ശില്പങ്ങളുടെ പ്രത്യേകത, അപ്പനായ നിമ്രോദ്, അപ്പുറത്ത് സെമിറാമിസ് എന്ന ഇഷ്ടാർ, നടുവിൽ നിനസ് എന്ന ഈ ദേവൻ. ഈ നിനസ് സൂര്യദേവനെന്ന് വരുത്തി തീർക്കാൻ നിനസിൻ്റെ മുഖത്തിനു ചുറ്റും ഒരു സൂര്യവലയം മഞ്ഞ നിറത്തിൽ. ഇവരെ ബാൽദേവന്റെ അനുഗ്രഹത്താൽ ഇവരും നിലകൊള്ളുന്നു എന്നറിയാൻ ഇവരുടെ മുഖത്തിനു ചുറ്റും ഒരു മഞ്ഞ വെളിച്ചം അതും വരച്ചു വച്ചു. അങ്ങനെ ആ മണ്ഡലങ്ങളിൽ ഇന്നും ഉത്ഖനനം ചെയ്തെടുക്കുന്ന തെളിവുകൾ ഇങ്ങനെ അപ്പനും അമ്മയും കുഞ്ഞുമിരിക്കുന്ന നിരവധി രൂപങ്ങൾ നമുക്ക് മുമ്പിൽ തരുന്നു. അതുകൊണ്ട് ഇങ്ങനെ അപ്പനും അമ്മയും ഒരു കുഞ്ഞുമിരിക്കുന്ന ചിത്രം വാഹനങ്ങളിലോ പൊതുവഴിയോരത്തോ നമ്മൾ സഞ്ചരിക്കുന്ന വീടുകളിലോ എവിടെങ്കിലും കണ്ടാൽ അപ്പോഴേ അറിഞ്ഞിരിക്കണം, അവൻ ഔസേപ്പല്ല, അത് മറിയയുമല്ല, അത് ഉണ്ണിയേശുവല്ല, അയാൾ ബാബിലോന്യ ബാൽദേവനാണ്. ഈ കുട്ടി നിനസ് ആണ്, ജാരസന്തതിയാണ് അവളുടെ. ഇവൾ സെമിറാമിസ് ആണ്. ഒരിക്കലായി അറിയാതെ നമ്മളിൽ ചിലർ അവളെ വണങ്ങിയെങ്കിൽ. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ പച്ച നുണ ഇതാണ്. ഉണ്ണിയേശുവിൻ്റെ സ്ഥാനത്ത് ഇവിടെ വണങ്ങപ്പെടുന്നു എന്ന് അദ്ദേഹം ആരോപിക്കുന്ന നിനസ് എന്ന ദേവനുമായി ബന്ധപ്പെട്ട യാതൊരു രീതിയിലുള്ള ചിത്രങ്ങളോ ശില്പങ്ങളോ വെണ്ണക്കൽ ശില്പങ്ങളോ കരിങ്കൽ ശില്പങ്ങളോ സ്വർണ്ണത്തിലോ വെള്ളിയിലുള്ള ശില്പങ്ങളോ ഒന്നും ചരിത്രപരമായി ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. നൂറ്റാണ്ടുകൾ ക്രൈസ്തവ വിശ്വാസത്തിന് 2000 കൊല്ലത്തെ 20 നൂറ്റാണ്ടുകൾ ചരിത്രമല്ലേ ഉള്ളൂ. ഈ ദേവീദേവന്മാരുടെ ആരാധനയ്ക്ക് പുരാതന ബാബിലോണിയൻ അസീറിയൻ കൾച്ചറിൽ നിനവെ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന ആരാധനയ്ക്ക് എത്ര വർഷം പഴക്കമുണ്ടായിരുന്നു? 5000-ലേറെ വർഷങ്ങൾ പഴക്കമുണ്ട്. BC 2300 ഒക്കെയാണ് ഇതിൻ്റെ പ്രതാപകാലം. പിന്നീട് ഈ പ്രതാപമൊക്കെ അസ്തമിച്ച് മങ്ങിയതാണ്. ഇതെല്ലാം ഈ ശില്പങ്ങളും രൂപങ്ങളും എല്ലാം മൺമറഞ്ഞു പോയതാണ്. അങ്ങനെ മൺമറഞ്ഞു പോയ രൂപം പിന്നീട് ക്രൈസ്തവർ പൊക്കിയെടുത്ത് ആരാധിക്കുകയോ വണങ്ങുകയോ ചെയ്യണമെങ്കിൽ ആര് അത് ഖനനം നടത്തി? ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്, ഉദ്ഖനനങ്ങൾ ആര് നടത്തി? ഏതെങ്കിലും മാർപ്പന്മാരെ നിയോഗിച്ചിട്ട് പഴയ ശില്പങ്ങളും വിഗ്രഹങ്ങളും മണ്ണിനടിയിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് വണങ്ങുന്നതാണോ? ഉദ്ഖനനങ്ങളിൽ ഈ വിഷയത്തിൽ നടന്ന ഉദ്ഖനനങ്ങളിൽ ലോക ചരിത്രത്തിൽ 3 മാത്രമേ ഉള്ളൂ. 1845 സർ ഓസ്റ്റിൻ ഹെൻറി ലയേർഡിൻ്റെ നേതൃത്വത്തിൽ നടന്ന എക്സ്കവേഷൻസ് ആദ്യമേ നടന്നത്. അവിടെ നിനസിൻ്റെ അത് കിട്ടിയിട്ടില്ല. മറ്റു 2 പേരുടെയും ദേവിയുടെയും ദേവൻ്റെയും ഒക്കെ എന്തൊക്കെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടി. പിന്നീട് നടന്നിട്ടുള്ളത് 1988 ഈ 1988 നടന്ന ഉദ്ഖനനത്തിലാണ് സ്വർണ്ണമൊക്കെ ലഭിച്ചത്. അതിൽ ഈ ദേവൻ്റെ നീനുസിൻ്റെയോ നിമ്രോദിൻ്റെയോ സെമിറാമിസിൻ്റെയോ സ്വർണ്ണത്തിലുള്ള ശില്പങ്ങളോ വെള്ളി ശില്പങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. അവിടെ സ്വർണം കിട്ടിയെന്ന് പറയുന്നത് അസീറിയൻ രാജ്ഞന്മാരുടെ ശവകുടീരങ്ങളിലെ ആഭരണങ്ങളാണ്, മറ്റൊന്നും ലഭിച്ചിട്ടില്ല. ഈ ഉദ്ഖനനം സംബന്ധിച്ചുള്ള എല്ലാ റിപ്പോർട്ടുകളും നിനവെ ആൻഡ് റിമെയിൻസ് എന്ന പുസ്തകത്തിൽ ലഭ്യമാണ്. പിന്നെ മൂന്നാമത് നടന്നത്, ഏറ്റവും ഒടുവിൽ നടന്നത് 2022-ലും 2023-ലുമാണ്. അതിന് കാരണം എന്തായിരുന്നു? 2015-16 കാലഘട്ടത്തിൽ IS ഭീകരന്മാർ നിമ്രോദ് നഗരത്തിൽ ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ വരുത്തി ഈ പൈതൃക കേന്ദ്രങ്ങളെല്ലാം നശിപ്പിച്ചു. അത് പുനരുദ്ധരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടന്ന ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി നടത്തിയത്. പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയുടെ ഈ എക്സ്കവേഷൻസിൻ്റെ ഒക്കെ റിസൾട്ട്, ഇത് എക്സ്കവേഷൻസ് അറ്റ് നിമ്രോദ് 2022-23 എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്കിപ്പോൾ കിട്ടും. ഇഷ്ടാർ ദേവിയുടെ ക്ഷേത്ര സമുച്ചയത്തിലും അതിൻ്റെ പരിസരത്തുമാണ് നടത്തിയത്. അവിടെയും നിനസിൻ്റെ യാതൊരു ചിത്രങ്ങളോ രൂപമോ കിട്ടിയിട്ടില്ല. ചരിത്രപരമായ മറ്റൊരു വസ്തുത, ഈ ദേവീദേവന്മാരുമായി യാതൊരു തരത്തിലുള്ള ബന്ധം നിനസിനുള്ളതല്ല. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ ആക്രമണത്തിൻ്റെ ഭാഗമായി തൊടുത്തുവിടുന്ന കൂരമ്പുകൾ മാത്രമാണിത്. 5000 കൊല്ലം മുമ്പേ ഇന്നത്തെ വ്യവസ്ഥാപിത സഭകൾ ഈ 3 പേരുടെ രൂപങ്ങൾ വെച്ച് തുടക്കം ആരംഭിച്ചു എന്നല്ലേ ഇതിനർത്ഥം? അത്ര പട്ടത്തരം എല്ലാവരും വിശ്വസിക്കണമോ? ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ട് 2000 കൊല്ലമായിട്ടുള്ളൂ. ഖനനം ചെയ്ത് കണ്ടെത്തിയ ഈ വിഗ്രഹം കിട്ടിയപ്പോൾ മുതൽ ക്രൈസ്തവ വിശ്വാസികൾ ആരാധനാമൂർത്തികളൊന്നും മാറിയെന്നാണോ അദ്ദേഹം പറയുന്നത്?
നിങ്ങൾക്കും സെർച്ച് ചെയ്യാം. ഗൂഗിൾ സെർച്ച് ചെയ്യാം, ഗൂഗിൾ ജെമിനി സെർച്ച് ചെയ്യാം. ഗൂഗിൾ ജെമിനിയിൽ ഞാനത് സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് നോക്കുക. നിമ്രോദ് ഭാര്യ ഇഷ്താർ എന്ന സെമിറാമിസ് ദേവിയും പുത്രനായ നിനസ് എന്നീ മൂവരും ഒന്നിച്ചുള്ള ചിത്രമോ ശില്പമോ ലഭ്യമാണോ? എങ്കിൽ എവിടെ നിന്ന് ലഭ്യമായി? വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇങ്ങനെ ഇദ്ദേഹത്തെ പോലെ പലരും എന്തെങ്കിലും പടച്ചുണ്ടാക്കി പോസ്റ്റ് ചെയ്യും, അതൊക്കെ കാണാം. പക്ഷേ അതല്ലാതെ എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചരിത്രപരമായ രേഖയുള്ളത് ആണ് അന്വേഷിച്ചത്. അപ്പോൾ കിട്ടിയ റിസൾട്ട് ഇതാണ്. നിങ്ങൾ അന്വേഷിക്കുന്നത് നിമ്രോദ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇഷ്താർ ബ്രാക്കറ്റിലെ സെമിറാമിസ്, പുത്രനായ നിനസ് എന്നിവരെ ഒരുമിച്ച് ചിത്രീകരിക്കുന്ന ഒരു പുരാതന ചിത്രമോ ശില്പമോ ആണെങ്കിൽ അങ്ങനെ ഒരു ചരിത്രപരമായ തെളിവും നിലവിൽ ലഭ്യമല്ല. മതപരമായ വ്യാഖ്യാനങ്ങൾ. ഈ 3 പേരുകളും നിമ്രോദ്, സെമിറാമിസ്, നിനസ്, തമ്മൂസ് ഒരുമിച്ചുള്ള സങ്കല്പം പലപ്പോഴും ക്രിസ്ത്യാനിറ്റിയുടെ പശ്ചാത്തലത്തിൽ പിൽക്കാലത്തുണ്ടായ മാതൃപുത്ര ആരാധന എന്ന സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പ്രചരിക്കുന്നത്. കാര്യം മനസ്സിലായില്ലേ? ക്രിസ്ത്യാനിറ്റി ആക്ഷേപിക്കാൻ ഇതിങ്ങനെ പടച്ചുണ്ടാക്കിയതാണ് എന്നല്ലാതെ ഇങ്ങനെ 3 പേര് ചേർന്നുള്ള ചിത്രം പോലും യഥാർത്ഥത്തിൽ എങ്ങും ഇല്ല എന്നുള്ളത്. ഈ സിദ്ധാന്തം അനുസരിച്ച് സെമിറാമിസ് സ്വർഗരാജ്ഞിയായും നിനസ് പുനരുത്ഥാന ദൈവപുത്രനായും ചിത്രീകരിക്കപ്പെടുന്നു. ഈ ദുഷ്ടന്മാർ ചിത്രീകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ നിമ്രോദ്, സെമിറാമിസ്, നിനസ് എന്നിവർ ഒരുമിച്ചുള്ള പുരാതന ശില്പങ്ങളോ ചിത്രങ്ങളോ ചരിത്രപരമോ പുരാവസ്തുപരമായ തെളിവുകളോ ലഭ്യമല്ല. ഇവരെ ഒരുമിച്ച് കാണിക്കുന്ന ചിത്രീകരണങ്ങളുണ്ടെങ്കിൽ അത് പിൽക്കാലത്തെ കലാകാരന്മാർ, പ്രത്യേകിച്ച് 16-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളവർ വരച്ചതായിരിക്കും. അപ്പോൾ പച്ചക്കള്ളമല്ലേ പറഞ്ഞത് ഇദ്ദേഹം? എന്തിനു വേണ്ടി പറഞ്ഞു? ബോധപൂർവം കത്തോലിക്കരെയും വ്യവസ്ഥാപിത സഭാ സമൂഹങ്ങളെയും ആക്ഷേപിക്കാൻ ബോധപൂർവം പറഞ്ഞു. ചില മൊണ്ണ വിശ്വാസികൾ ഇദ്ദേഹം പറഞ്ഞതൊക്കെ വളരെ ശരിയാണെന്ന് വികാരപരവശരായി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചില മൊണ്ണ വിശ്വാസികൾ. ഇതാ ഇഷ്താർ ദേവിയുമായുള്ള ബന്ധം. നിനസിനെ ഇഷ്താർ ദേവിയുമായോ അസാർത്തെ അവരുടെ പിൽക്കാല ഐതിഹ്യ രൂപമായ സെമിറാമിസുമായോ ബന്ധിപ്പിക്കുന്ന ധാരണ ഉടലെടുത്തത് 19-ാം നൂറ്റാണ്ടിലെ തിയോളജിക്കൽ വ്യാഖ്യാനങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇദ്ദേഹത്തെ പോലെ പലരും പ്രൊട്ടസ്റ്റന്റ് സഭകളിലെയും ഇതുപോലെ പെന്തക്കോസ്ത് സഭകളിലെയും പലരും ഈ 19-ാം നൂറ്റാണ്ട് മുതൽ വ്യവസ്ഥാപിത സഭകളിലെ വിശ്വാസത്തെയും വണക്കങ്ങളെയും ആരാധനയെയും ഒക്കെ ആക്ഷേപിക്കാൻ പടച്ചുണ്ടാക്കിയതാണെന്ന് ഇവിടെ വ്യക്തമായ റിപ്പോർട്ട് കിട്ടുകയാണ്. ഈ ഐതിഹ്യരൂപമായ ബന്ധത്തെ പിന്തുണയ്ക്കുന്ന ഒരു ശില്പവും കരിങ്കല്ലിലോ വെണ്ണക്കല്ലിലോ വിലയേറിയ ലോഹങ്ങളിലോ ഉള്ള രൂപത്തിൽ ബാബിലോണിയൻ അല്ലെങ്കിൽ അസീരിയൻ ഉത്ഖനനങ്ങളിൽ ലഭിച്ചിട്ടേയില്ല. ഒപ്പം ഈ 3 ആളുകളും ഒരുമിച്ചിരിക്കുന്ന കരിങ്കൽ ശില്പങ്ങൾ, വെണ്ണക്കല്ലുകളിൽ തീർത്ത ശില്പങ്ങൾ അവർക്ക് കിട്ടി. നിനസിൻ്റെ മുഖത്തിന് ചുറ്റും ഒരു സൂര്യവലയം മഞ്ഞ നിറത്തിൽ. കളിമണ്ണോ ചൈനക്കിളയോ മെഴുകോ ഒക്കെ ആണെങ്കിൽ പെയിൻ്റ് അടിക്കും. കരിങ്കൽ ശില്പത്തിലോ വെണ്ണക്കൽ ശില്പത്തിലോ ആരും പെയിൻ്റ് അടിക്കില്ല. ആ കാര്യം ഇയാൾക്കറിയില്ല. അതുകൊണ്ട് പൊട്ടത്തരം ഇങ്ങനെ സങ്കല്പിച്ച് ഉണ്ടാക്കി. സ്വർണത്തിലും വെള്ളിയിലുമൊക്കെ തീർത്ത നിരവധി ശില്പങ്ങൾ അവർക്ക് കിട്ടി. നിനസിൻ്റെ മുഖത്തിന് ചുറ്റും ഒരു സൂര്യവലയം മഞ്ഞ നിറത്തിൽ. കേട്ടോ, സ്വർണ്ണ വെള്ളി ശില്പങ്ങൾ. സ്വർണത്തിൻ്റെ ശില്പത്തിലും വെള്ളിയുടെ ശില്പത്തിലും ആരാണ് കളർ ഉണ്ടാക്കണത്? പടച്ചുണ്ടാക്കിയതാണെന്ന് വേറെ തെളിവ് വല്ലതും വേണോ? അടുത്തത് കേട്ടോളൂ. ബാൽദേവന്റെ അനുഗ്രഹത്താൽ ഇവരും നിലകൊള്ളുന്നു എന്നറിയാൻ ഇവരുടെ മുഖത്തിന് ചുറ്റും ഒരു മഞ്ഞ വെളിച്ചം അതും വരച്ചു വെച്ചു. ഇവരുടെ മുഖത്തിന് ചുറ്റും, അപ്പൻ്റെ അമ്മയുടെ മുഖത്തിന് ചുറ്റും മഞ്ഞ വെളിച്ചം. അതിന് വ്യാഖ്യാനം പറയുന്നുണ്ട്. ബാൽദേവനാൽ നിലനിൽക്കുന്നത് വരുത്താനാണെന്ന് വ്യാഖ്യാനം പറയുന്നുണ്ട്. ഇല്ലാത്ത ചിത്രത്തിൻ്റെ, ഇല്ലാത്ത ശില്പങ്ങളിലെ കളറും വ്യാഖ്യാനവും ഒക്കെ ഉണ്ടാക്കുന്ന ഈ പരമദുഷ്ടൻ്റെ പച്ചക്കള്ളം നമുക്ക് തിരിച്ചറിയണ്ടേ? പച്ച നുണ പരസ്യമായിട്ട് ആത്മീയ വേദിയിൽ പ്രസംഗിക്കുന്ന ഈ മനുഷ്യനെ ആരെ നയിച്ചത്? ഏത് ദുഷ്ടാരൂപയാണ് നയിച്ചത്? എത്ര നികൃഷ്ടനാണ് അദ്ദേഹം? അടിസ്ഥാനപരമായി യാഥാർത്ഥ്യം മനസ്സിലാക്കണം. വ്യവസ്ഥാപിത സഭകളിലുള്ളവർ യേശുവിൻ്റെ അമ്മയെ വണങ്ങുന്നത് തടയാൻ വേണ്ടിയിട്ട് യേശുവിൻ്റെ അമ്മ പിഴച്ചവളാണെന്ന് പെന്തക്കോസ്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ കന്യാമറിയം പിഴച്ചവളാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ജാരസന്തതി എന്ന് പറയുന്നത്. ഈ കുട്ടി നിനസ് ആണ്, ജാരസന്തതിയാണ് അവളുടെ. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ വലിയ അഭ്യാസം നടക്കുന്നുണ്ട്. കൃത്യമായി എനിക്കറിയാവുന്നത് പല പെന്തക്കോസ്തുകാരും തിരികെ കത്തോലിക്ക സഭയിലേക്ക് വന്നു കഴിയുമ്പോൾ കൃത്യമായി പറഞ്ഞ സത്യങ്ങളുണ്ട്. അവർ പലപ്പോഴും പെന്തക്കോസ്ത് ആരാധന നടക്കുന്ന സമയത്ത് പാസ്റ്റർ ഓരോരുത്തരെയും പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, എല്ലാ ദുഷ്ടസാധനം ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലും സ്ത്രീ ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട്, വരൂ ഞാൻ അനുഗ്രഹിക്കാം, എൻ്റെ മുമ്പിൽ നിൽക്കൂ, ഞാൻ അനുഗ്രഹിക്കാം, നിങ്ങൾ ജപമാല ചൊല്ലൂ എന്നൊക്കെ പറയും. ഏത് പെന്തക്കോസ്ത് സഭയിലെ ജപമാല ചൊല്ലൂ എന്നൊക്കെ പറയും. അപ്പോൾ ഈ പാസ്റ്റർ പറയുന്നത് ഈ സ്ത്രീയിൽ മറിയം വന്നു കയറി, മറിയം എന്ന ദുഷ്ടാരൂപയെ നമുക്ക് ബന്ധിച്ച് ബഹിഷ്കരിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും സ്തുതിച്ചോളാൻ പറഞ്ഞ് സ്തുതിക്കുമ്പോൾ പാസ്റ്റർ മറിയത്തെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഇവർ കെട്ടിമറിഞ്ഞ് വീഴുന്നു. അതോടെ ബാധ വിട്ടുമാറുന്നു. പിന്നീട് വേറെ ഏതെങ്കിലും സഭ കൂടുമ്പോഴും ഇതുപോലെ ഉണ്ടാവും. ഇങ്ങനെ വിശുദ്ധ കന്യാമറിയം പിഴച്ച ഒരു അശുദ്ധാത്മാവാണെന്ന് വരുത്താനുള്ള നാടകങ്ങൾ അരൂപിതലത്തിൽ ദുഷ്ടാരൂപികൾ കളികളിപ്പിക്കുന്നു. ഇവരെ കൊണ്ട് ബോധമണ്ഡലത്തിൽ ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നു.
ആഗോള കത്തോലിക്ക സഭയിൽ ആരാധിക്കുന്ന യേശു ജാരസന്തതിയാണെന്നും ആഗോള കത്തോലിക്ക സഭ ബഹുമാനിക്കുന്ന മറിയം പിഴച്ചവളാണെന്നും തെളിയിക്കുകയല്ലേ ചെയ്യുന്നത് അനിൽ കുടിത്തോട്ടം. എത്രയോ നികൃഷ്ടവും നീചവുമായ ഉദ്ദേശമാണെന്നും അതിനുവേണ്ടി പച്ച നുണ, ശാസ്ത്രീയതയുടെ പേരിൽ, പുരാവസ്തു ഗവേഷണത്തിൻ്റെ പേരിൽ പച്ച നുണ പറയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ കരുതിയിരിക്കണം. 4-ാം നൂറ്റാണ്ടിൽ മാതാവിൻ്റെ ഒരു കുറവങ്ങാട് പള്ളി പണിതത് മുതലേ അവിടെ മാതാവിൻ്റെ ചിത്രങ്ങളും രൂപങ്ങളുമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, ഈ ദേവിയുടെ ചിത്രവുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ കന്യാമരത്തിലെ ചിത്രീകരണത്തിന്? കന്യാമരത്തെ തലമുണ്ടിട്ട യഹൂദ സ്ത്രീയായിട്ടല്ലേ അവതരിപ്പിക്കുന്നത്? ഈ ദേവി രൂപം അങ്ങനെയല്ലല്ലോ. ഇഷ്താർ ദേവിയുടെ ഏതെങ്കിലും ചിത്രത്തിലോ ശില്പത്തിലോ യഹൂദ വേഷവിധാനങ്ങളുണ്ടോ? ഇല്ല. നിമ്രൂദിനെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? വേട്ടയ്ക്കുള്ള ആയുധവും ഉൾപ്പെടെ വേട്ടമൃഗത്തെയും ഉൾപ്പെടുത്തിയാണ് ഈ നിമ്രൂദിനെ അവതരിപ്പിക്കുന്നത്. യേശുവിൻ്റെ വളർത്തുപിതാവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? യഹൂദർക്കിടയിലെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരെ നാസീർ വ്രതക്കാർ എന്നാണ് പറയുക. നാസീർ വ്രതക്കാർ മുടി മുറിക്കാൻ പാടില്ല എന്നാണ് നിയമം. യേശുവിൻ്റെ വളർത്തുപിതാവിനെ അവതരിപ്പിക്കുമ്പോൾ നാസീർ വ്രതം എടുത്ത് മുടി നീട്ടി ആളായിട്ട് തന്നെയാണ് ചിത്രീകരിക്കുന്നത്. ചിത്രവുമായി എന്ത് ബന്ധം? വെറുതെ ആക്ഷേപിക്കാൻ പച്ച നുണ പറയുന്നു. പ്രസംഗിക്കുമ്പോൾ വ്യാഖ്യാനത്തിൽ പെറ്റുപറ്റി പോകാറുണ്ട്, തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്, അബദ്ധം പറ്റി പ്രസംഗിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് പൊറുക്കാവുന്നതേ ഉള്ളൂ. ബോധപൂർവ്വം എന്താണെന്നാണ് പറഞ്ഞത്? നുണയൻ്റെ പിതാവുമെന്ന് ബൈബിളിൽ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന്, ഈ കാലത്ത് ആരെക്കുറിച്ചാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? സൂര്യദേവനെ അവതരിച്ച നിനസിൻ്റെ സ്വർണ്ണ വെള്ളി വിഗ്രഹങ്ങളും കരിങ്കൽ വെണ്ണക്കൽ ശില്പങ്ങളും ഒക്കെ കണ്ടുപിടിച്ച പ്രശസ്ത പുരാവസ്തു ശാസ്ത്രജ്ഞനാണ് അനിൽ കൊടിത്തോട്ടം. വ്യവസ്ഥാപിത സഭകളുടെ ആരാധനയെയും വിശ്വാസത്തെയും ആക്രമിക്കാൻ കടലിനടിയിൽ നിന്നും പാതാളത്തു നിന്നും കയറി വന്ന ഉഗ്രസ്വത്വം ഇപ്പോൾ റബ്ബർ തോട്ടത്തിലോ തെങ്ങും തോട്ടത്തിലോ അല്ല, കൊടിത്തോട്ടത്തിലാണ്. അനിൽ എന്ന പേരിലാണ്. തുടക്കം മുതൽ ഈ സഭയിൽ വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇരുചേരികളിലായി പോരാട്ടങ്ങൾ, തിരമാല വരുന്ന പോലെ ക്രമമായി ഒന്നിനു പുറകെ ഒന്നായി എത്രയോ വിവാദങ്ങൾ വന്നിരിക്കുന്നു. അവിടെ ഏകീകൃത രൂപമായി ഏതെങ്കിലും മാർപ്പാപ്പയ്ക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റും എങ്ങനെയെങ്കിലും ആരാധന? അസാധ്യമാണത്. ഇനി മറ്റൊന്ന് ചിന്തിക്കണം, ഇവിടെ ക്രൈസ്തവ സഭയിൽ ഈ ചിത്രങ്ങളും രൂപങ്ങളും വെച്ച് വണങ്ങുന്നത് ഇന്ന് ഈ പെന്തക്കോസ്തുകാരോ കൊടിത്തോട്ടമോ ഇതുപോലെ ഏത് കുടികുത്യവും പറയുന്നതിനേക്കാൾ രൂക്ഷ വിമർശനവുമായി ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട് സഭയിൽ ഇക്കാര്യത്തിൽ. ഇന്ന് ചില പള്ളികളിൽ ആ കുരിശ് മതി, ഈ കുരിശ് വേണ്ടാന്ന് പറഞ്ഞ് ക്രൂശ് രൂപം തല്ലിപ്പൊട്ടിക്കുന്നത് പോലെ രണ്ട് പക്ഷത്തു നിന്നുകൊണ്ട് വളരെയേറെ വീറോടെ വാദിക്കുകയും തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അങ്ങനെ 3-4 നൂറ്റാണ്ടുകളിലൊക്കെ ഇങ്ങനെ ചിത്രങ്ങളും രൂപങ്ങളും വെച്ച് വണങ്ങുന്നത് യഹൂദ ക്രിസ്ത്യാനികൾ ചെയ്യാറില്ലെങ്കിലും സമര്യ ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നു. പിന്നെ പൗലോസ്ലീഹ പ്രേക്ഷിതയാത്രയുമായി ബന്ധപ്പെട്ട് പോയിടത്ത് രൂപീകരിക്കപ്പെട്ട സഭകളിൽ ക്രമേണ അത് അങ്ങോട്ടും പരന്നു. എന്നാൽ സഭയ്ക്കുള്ളിൽ ഇത്ര സംഘർഷം വ്യാപിച്ചപ്പോൾ 8-ാം നൂറ്റാണ്ടിൽ AD 787 ഐറിൻ ചക്രവർത്തി ആഗോളതലത്തിൽ സിനഡ് വിളിച്ചുകൂട്ടി. ആ സിനഡിൽ വലിയ പണ്ഡിതന്മാർ പലതരത്തിൽ തർക്കമൊക്കെ ഉണ്ടായി, അനുകൂല പ്രതികൂല സാധനങ്ങളെല്ലാം തർക്കമുണ്ടായ ശേഷം കണ്ടെത്തിയത് എന്തായിരുന്നു? വിഗ്രഹം ഉണ്ടാക്കരുത്, രൂപമുണ്ടാക്കരുത് എന്ന് പറയുന്ന പഴയ നിയമ കാലഘട്ടത്തിൽ അന്ന് ദൈവത്തെ ആരും കണ്ടിട്ടില്ല. എന്നാൽ കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതും സൂക്ഷിച്ച് വീക്ഷിച്ചതുമായ ദൈവത്തിൻ്റെ വചനം, മനുഷ്യാവതാരം ചെയ്ത വചനമാകുന്ന ദൈവം, ആ ദൈവത്തെ കണ്ടവർ കണ്ട രൂപം പകർത്തിയിട്ടുണ്ട്. ക്രിസ്തുവിന് മുമ്പുള്ള മഹാന്മാരുടെ പോലും ചിത്രകാരന്മാർ വരച്ച ചെയ്ത് കൃത്യമായ ചിത്രങ്ങൾ ഇന്നും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഇന്നുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ആളായിരുന്ന യേശുവിൻ്റെ മാത്രം ചിത്രം ആ കാലത്ത് ഒരു ചിത്രകാരനും വരച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ രീതിയിൽ ചിത്രങ്ങൾ സ്വർഗത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുള്ളവരുടെ ചിത്രങ്ങൾ വരയ്ക്കുകയും വണങ്ങുകയും ചെയ്യാമെന്ന് പ്രത്യേക നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ അന്ന് സഭ സിനഡ് പാസ്സാക്കിയതാണ്. നിക്കയെ സമ്മേളിച്ച 2ാമത്തെ സിനഡായിരുന്നു അത്, സിനഡ് ഓഫ് നൈസിയ, നിക്കിയ സെക്കൻഡ് സൂനകദോസ്. അപ്പോൾ ഇത്രമാത്രം സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ ഈ പഴയ പുരാതന ദേവീദേവന്മാരുടെയാണ് വണങ്ങുന്നത് എങ്കിൽ അത് ചർച്ചാ വിഷയമാവില്ലെന്നാണോ? ഒരാൾ കൽപ്പിക്കുകയും എല്ലാവരും അനുസരിക്കുകയും ചെയ്യുന്ന അടിമത്തമാണ് ഇവിടെ എന്ന് ആരാണ് പ്രചരിപ്പിക്കുന്നത്? ഇദ്ദേഹത്തെ പോലുള്ളവരല്ലേ പ്രചരിപ്പിക്കുന്നത്? ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.